അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ആം ആദ്മി പാർട്ടി. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചിനെത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJP ദില്ലിയിൽ പ്രതിഷേധിച്ചു. ED കസ്റ്റഡിയിലിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഭരണം തുടരുകയാണ്. ED കസ്റ്റഡിയിൽ ഇരുന്ന് സർക്കാരിനെ നിയന്ത്രിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജനങ്ങൾക്ക് ഒപ്പമാണ് എന്ന സന്ദേശം നൽകാനാണ് ശ്രമം. ജലവകുപ്പിന് പിന്നാലെ ആരോഗ്യവകുപ്പിനും കേജ്രിവാൾ നിർദ്ദേശം നൽകി. മൊഹല്ല ക്ലിനിക്കുകളിൽ മരുന്ന് ക്ഷാമം ഇല്ലെന്ന് ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജിനാണ് കേജ്രിവാളിന്റെ നിർദ്ദേശം. उन्होंने एक डायरेक्शन मुझे भेजी है कि CM साहब ये जान के बेहद व्यथित हैं कि दिल्ली के कई अस्पतालों में और मोहल्ला क्लिनिकों के अंदर दवाइयां उपलब्ध नहीं। कुछ अस्पतालों में मोहल्ला क्लिनिकों के अंदर जो मुफ्त टेस्ट होते हैं, जो मुफ्त ब्लड टेस्ट होते हैं और सैंपल्स होते हैं, वो उपलब्ध नहीं है और उन्हें लगता है कि उनके जेल में जाने की वजह से दिल्ली में किसी को तकलीफ नहीं होनी चाहिए. ലോക് കല്യാൺ മാർഗിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി വസതി വളയാൻ പട്ടേൽ ചോക്കിൽ എത്തിയ AP പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. കുത്തിയിരുന്ന് പ്രതിഷേധിച്ച സോമനാഥ് ഭാരതി അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ തന്ത്രപ്രധാന ഇടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ലോക് കല്യാൺ മാർഗ് മെട്രോ സ്റ്റേഷൻ, പട്ടേൽ ചോക്ക് മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ 3, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ 5 എന്നിവ അടച്ചു. കേജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ദില്ലി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. EDയുടെ കസ്റ്റഡിയിൽ ഇരുന്നുള്ള കേജ്രിവാളിന്റെ ഭരണം നിയമവിരുദ്ധമെന്ന് BJP ആരോപിച്ചു. ജനാധിപത്യ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന മോദി സർക്കാരിനും ദില്ലി പോലീസിനും എതിരെ രൂക്ഷ വിമർശനമാണ് ഇന്നും പ്രവർത്തകർ ഉയർത്തിയത്. കേജ്രിവാൾ അകത്ത് കിടക്കുന്ന അത്രയും സമയം ശക്തമായ പ്രതിഷേധം തുടരും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിനൊപ്പം റിപ്പോർട്ടർ നോബൽ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി. നോബൽ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. നോബൽ, AAPയുടെ പ്രതിഷേധം ഏത് രീതിയിലാണ് ഇനി നടത്താൻ പോകുന്നത്? ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ടോ? പ്രതിഷേധം അവസാനിച്ചു? വിനീത, ആം ആദ്മി പാർട്ടിയുടെ പ്രധാനമന്ത്രിയുടെ വസതി വളയാനുള്ള ഇന്നത്തെ പ്രതിഷേധം എന്താണെങ്കിലും നിലവിൽ അവസാനിച്ചിരിക്കുന്നു. വലിയ പ്രതിഷേധമായിരുന്നു ഇന്നിപ്പോൾ ദില്ലിയിൽ ഉണ്ടായത്. പ്രവർത്തകർ പല ഘട്ടമായി എത്തിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. മെട്രോ സ്റ്റേഷനിലാണ് പ്രധാനമായും എത്തിയത്. അതായത് പട്ടേൽ ചോക്ക് മെട്രോ സ്റ്റേഷനിലാണ് പ്രധാനമായും പ്രതിഷേധക്കാർ എത്തിയത്. അവിടെ നിന്ന് പ്രതിഷേധക്കാർ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് അവിടെ വലിയ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിൽ പ്രതിഷേധക്കാരെ അവിടെ തടയുകയും പിന്നീട് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചവരെ അവിടെ നിന്ന് അറസ്റ്റ് നീക്കുകയുമാണ് പോലീസ് ചെയ്തത്. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ഇതേപടി തന്നെ തുടരും എന്നാണ് ആം ആദ്മി വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ സർക്കാരിനെ നിയന്ത്രിക്കുന്ന കേജ്രിവാൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്നാണ് അവരുടെ ഒരു വാദം. എന്താണെങ്കിലും ഇന്നത്തെ പ്രതിഷേധത്തിൽ പ്രധാനപ്പെട്ട പല നേതാക്കളും, സോമനാഥ് ഭാരതി അടക്കമുള്ള നേതാക്കൾ ഇന്നിപ്പോൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു. അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ കഴിഞ്ഞത്. പലയിടത്തും പല ഘട്ടങ്ങളിലും സംഘർഷത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി അറസ്റ്റിലായി അത്തരത്തിൽ ED കസ്റ്റഡിയിൽ ഉള്ള പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം ഇതേപടി നിലനിർത്തും എന്ന നിലപാടാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇനിയിപ്പോൾ കോടതിയിൽ നിന്നായിരിക്കും കേജ്രിവാളിനൊരു ആശ്വാസം കിട്ടാൻ പോകുന്നത് എന്നാണ് ആം ആദ്മിയുടെ വിലയിരുത്തൽ. ആ നിമിഷം വരെ ഇത്തരത്തിൽ പ്രതിഷേധം തുടരാനാണ് പ്രവർത്തകരുടെയും ഒപ്പം നേതാക്കളുടെയും തീരുമാനം. വിനീത, ശരി. നോബൽ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.